ഗുഡ് മോർണിംഗ് ഗായ്സ്, ഞാൻ എത്തി. ആഹാ, കറക്റ്റ് ടൈം ആണല്ലോ. വാട്ട് എ കൺസിസ്റ്റൻസി. പെപ്സിനെ ഇവനൊന്ന് വേഗം ബ്രേക്ക് ഡൗൺ ചെയ്തേക്ക്. കൺവേർട്ടിംഗ് പ്രോട്ടീൻ ഇൻ ടു അമിനോ ആസിഡ്. ചെല്ല്. സ്റ്റോപ്പ് ദ ID കാർഡ് കാണിക്ക്. പർപ്പസ് ഓഫ് വിസിറ്റ് മസിൽ ബിൽഡിങ്ങും പിന്നെ ടിഷ്യൂസ് ഒക്കെ ഒന്ന് റിപ്പയർ ചെയ്യണം. ഓ ഓക്കെ അപ്രൂവ്. ബ്ലഡ് ഇവരെവിടെയെന്ന് വെച്ചാൽ ഡ്രോപ്പ് ചെയ്യും. ഓ അക്കാര്യം ഞാൻ ഏറ്റു. എവിടേക്കാ പോണ്ടേ? ഇതോ അവിടെ ആ മസിൽ വരെ. മുതലാളിക്കാണെങ്കിൽ ഇന്നലെ ഇച്ചിരി വർക്കൗട്ട് ഉണ്ടായിരുന്നേ, അപ്പൊ ഇന്ന് ഇച്ചിരി റിപ്പയറിംഗ് ഉണ്ട്. കോപ്പി ചെയ്താൽ കേറിക്കോ. ഇവനത് എവിടെ പോയി കിടക്കുകയാണ്? വന്നു ഞാൻ. എവിടെ പോയി കിടക്കുകയാണ്? എത്ര നേരമായി? വേഗം എന്നെ റിപ്പയർ ചെയ്ത് പഴുക്കാക്ക്. ആഹാ, അതിന് മുതലാളി കുടിച്ചത് അത്ഭുത വെള്ളം ഒന്നല്ല, പ്രോട്ടീൻ പൗഡർ ആണ്. എല്ലാവർക്കും ഒരു വിചാരമുണ്ട് പ്രോട്ടീൻ പൗഡർ ഉണ്ട് എടുത്ത ഒറ്റയടിക്ക് മസിൽ വരുന്നു. അതന്നെ ആദ്യം മാറ്റണം. അങ്ങനെ ഒറ്റയടിക്ക് മസിൽ വരാൻ ഞാൻ സ്റ്റിറോയിഡ്സ് ഒന്നല്ല, പ്രോട്ടീൻ പൗഡർ ആണ്. പ്രോട്ടീൻ പൗഡർ. ക്ഷമ വേണം, സമയം എടുക്കും. അല്ല, എല്ലാരും കൂടി ഇത് എങ്ങോട്ടേക്കാ? ഏതാ ഇവൻ? മുതലാളി ജിമ്മിൽ പോയി വർക്കൗട്ട് തുടങ്ങി. അപ്പൊ പെട്ടെന്ന് മസിലെല്ലാം വരാൻ വേണ്ടി ഞങ്ങളൊക്കെ എങ്ങോട്ടേക്ക് അയച്ചതാ. ഒറ്റ കീറ്. റെയിനേട്ടാ, ഇവന്മാരെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. മസിൽ ഗ്രോത്തിന് വേണ്ടി വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് യൂഷ്വലി 1.6 to 2.2 ഗ്രാം ഓഫ് പ്രോട്ടീൻ പെർ കിലോ ഓഫ് ബോഡി വെയിറ്റ് ആണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു 70 കിലോ ഉണ്ടെങ്കിൽ യു നീഡ് 112 to 154 ഗ്രാം ഓഫ് പ്രോട്ടീൻ പെർ ഡേ. ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാതെയാണ് നിങ്ങൾ പ്രോട്ടീൻ എടുക്കുന്നതെങ്കിൽ യു ആർ ജസ്റ്റ് വേസ്റ്റിംഗ് മണി ആൻഡ് സ്ട്രെയിനിങ് ഡൈജഷൻ ഫോർ നത്തിങ്. കേട്ടോടാ, ആവശ്യത്തിനാണെങ്കിൽ എല്ലാം നല്ലതാ. അതല്ലാതെ പ്രോപ്പർ വർക്കൗട്ടോ ഹൈഡ്രേഷനോ ഡയറ്റോ ഇല്ലാതെ ഏതെങ്കിലും തോന്നിയ ഒരു ചീപ്പ് കമ്പനിയുടെ പ്രോട്ടീൻ പൗഡർ അടിച്ചു കയറ്റുമ്പോഴാണെങ്കിൽ പറഞ്ഞ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്.